കോഴിക്കോട് മതിലിടിഞ്ഞു വീണ അപകട ഭീഷണിയിൽ പന്തിരാങ്കാവ് വട്ടാംപുറത്ത് ഷിജിത് ഖാന്റെ വീടിന്റെ കൽക്കെട്ടാണ് ഇടിഞ്ഞത്. വീട്ടിൽ നിന്ന് താമസക്കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. AK അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വട്ടാംപുറത്തെ ഷിജിത് ഖാന്റെ വീടിനാണ് ഇന്ന് പുലർച്ചയോടുകൂടി അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ചുറ്റുമതിൽ തകർന്നിരിക്കുന്നു. ഇതോടുകൂടി തന്നെ വീടും അപകട ഭീഷണിയിലാണ്. വീടിൻ്റെ അകത്തൊക്കെ വിള്ളൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീടുകൾക്കും ഇത് ഭീഷണി ഉയർത്തുകയാണ്. കാരണം ഉയരമുള്ള ഒരു സ്ഥലത്താണ് ഈ വീടുള്ളത്. അതിൻ്റെ ഏതാണ്ട് 6 മീറ്ററോളം ഉയരമുള്ള ഒരു മതിലാണ്, കൺമതിലാണ് ഇടിഞ്ഞ് താഴോട്ട് പതിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വീട് കൂടിയാണിത്. ആ വീട്ടിലേക്കും ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വാടകയ്ക്ക് നൽകിയിരുന്ന ഒരു വീടാണ്, ഷിജിത് ഖാന്റെ വീടാണ്. അദ്ദേഹം നേരത്തെ വീട് വെച്ച് മാറി. അതിനുശേഷം ചാലിക്കര സ്വദേശികളായ ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഈ കൺമതിൽ തകർന്നതോടുകൂടി വീടിന് അപകട ഭീഷണി ഉണ്ടായ സാഹചര്യത്തിൽ അവർ ഇവിടുന്ന് ഇന്നലെ തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതെപ്പോഴാണ് സംഭവം? ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ഒരു ഇടി വെട്ടുന്ന സൗണ്ട് പോലെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കല്ലൊക്കെ അതിൻ്റെ കൂടെ വന്ന് ഞങ്ങളെ പറമ്പിലേക്ക് പതുക്കിയായിരുന്നു. ഇപ്പോൾ ഈ വീടിനും അപകട ഭീഷണിയുണ്ട്. ഞങ്ങളെ ബാത്റൂമൊക്കെ ഇനി മണ്ണ് വന്നാൽ ചിലപ്പോൾ ബാത്റൂമിനൊക്കെ ബാധിച്ചിരിക്കാം. പിന്നെ വീട്ടിലേക്ക് ഇനി മണ്ണ് ഇടിയോ കൂടുതൽ ഇടിയോ ഒന്നും അറിയില്ല. നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. ഇടി വെട്ടുന്ന പോലെ ഇനി ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ആളുകൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? അവർ വേറെ വീട് നോക്കി പോയതാണെന്നാണ് പറഞ്ഞത്. വീടിൻ്റെ അകത്തൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ടല്ലോ. വിള്ളലുണ്ടായിട്ടുണ്ട്. ഏതായാലും വീട് അപകട ഭീഷണിയിലാണ്, താമസിക്കാൻ കഴിയാത്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ മാറിപ്പോയി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീട്ടിലേക്ക് കൂടി മണ്ണിടിഞ്ഞതോടുകൂടി അവരുടെ ബാത്റൂം അടക്കം പ്രതിസന്ധിയിലാണ്, അത് അപകട ഭീഷണിയിലാണ് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഏതായാലും ഇവിടെയുള്ള ആളുകൾക്ക് മറ്റു തരത്തിലുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അവർ ഇന്നലെയോടുകൂടി തന്നെ ഇവിടുന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്.